الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود مسومة عند ربك وما هي من الظالمين ببعيد. صدق الله العظيم. أخوف ما أخاف على أمتي عمل قوم لوط. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഈ പ്രഭാതം ഖൈറുള്ളതാക്കി തരട്ടെ. വിചാരിച്ച വിഷയങ്ങളിലൊക്കെയും വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവല് നൽകട്ടെ. മനുഷ്യന്റെ ശരീരാവയവങ്ങളിലെ 7 സുപ്രധാന അവയവങ്ങളിൽ നിന്ന് സ്വകാര്യ അവയവങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ചിലരൊക്കെയും ഗൗരവമായി കാണാത്തത്, പരിശുദ്ധ ഇസ്ലാം കഠിനമായി വിരോധിച്ച ഒരു നീചകൃത്യമുണ്ട്. അത് നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. അത് മറ്റൊന്നുമല്ല, സദൂമിസം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. സദൂമിസം അതിനീചമായ ഒരു പ്രവൃത്തിയാണ്. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുമ്പോൾ സദൂം ഗോത്രക്കാരിൽ ഉണ്ടായിരുന്ന ഒരു അനാവശ്യമായിട്ടുള്ള ഒരു മഹാ നീചകൃത്യമായിരുന്നു ഈ സദൂമിസം എന്ന് പറയുന്ന പ്രവൃത്തി. അതായത് ആണിനെ പ്രാപിക്കുക, മലദ്വാരം ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിൻദ്വാര ഈ സെക്സ്, അത് വ്യാപകമായി നടമാടിയിരുന്ന ഒരു കാലഘട്ടവും ഒരു ഗോത്രവും. അതാണ് ഈ സദൂം ഗോത്രത്തിൽ അക്കാലത്തുണ്ടായത്. അതിനെതിരെ ശക്തമായി പ്രബോധനം ചെയ്യുന്നവരായിരുന്നു മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം. ഇപ്പോഴത്തെ കാലത്തും നമുക്കറിയാം, ഗേ സെക്സും ലെസ്ബിയൻ സെക്സും ഒക്കെയായി ആണിനെയും പെണ്ണിനെയും പ്രാപിക്കുന്ന വിധത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ചില വേലകൾ, വേണ്ട ലീലകളുമായി ഇന്നത്തെ സമൂഹവും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഖേദകരമാണ്. പല രാജ്യങ്ങളും അതിന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഈ അടുത്ത് അമേരിക്കയിൽ ഭരണത്തിൽ വന്ന ട്രംപ്, രണ്ടാമത് വന്ന ആ ട്രംപ് പ്രഖ്യാപനം നടത്തി ഈ ആണും പെണ്ണും കെട്ട തരത്തിലുള്ള വിഭാഗം ഈ നാട്ടിലുണ്ടാവില്ല. ഒന്നുകിൽ ആണ്, ഒന്നുകിൽ പെണ്ണ്. ഈ പറഞ്ഞ ലേയും ലെസ്ബിയനും ഒക്കെ അപ്പുറം ആണ് പെണ്ണാകുന്നതും പെണ്ണ് ആണാകുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ കണ്ടുവരുന്ന ഒരു കാലമാണല്ലോ. ചില രാജ്യങ്ങളിലൊന്നും ഈ ഗേ സെക്സിന് അനുവാദമില്ല, പെർമിറ്റില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ലാമിൽ ശക്തമായി വിലക്കുള്ള കുറ്റകൃത്യമാണ്. ഒരു ജനതയെ മല മറച്ച് തലകീഴായി മറച്ചിട്ടിട്ട് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് ഈ സദൂം ഗോത്രക്കാരെയാണ്. പ്രാചീന പലസ്തീനിന്റെ ഭാഗമാണ്. ഇന്ന് ജോർഡാനിൽ പോയാൽ ആ സ്ഥലം ഇപ്പോഴും ഒരു ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നുണ്ട്. അതാണ് ഡെഡ് സീ എന്ന് പറയുന്നത്, ഈ ചാവുകടൽ. ഇന്നും അതൊരു ദൃഷ്ടാന്തമാണ്. ഒരു സമൂഹത്തെ, ഒരു ഗോത്രത്തെ ഒന്നടങ്കം മലമറച്ചിട്ട് നശിപ്പിച്ചു കളഞ്ഞ സ്ഥലം. അവിടെയാണ് ഇപ്പോൾ ആ അത്ഭുതമായിട്ടുള്ള തടാകം നിലകൊള്ളുന്നത്. അത് ഈ പറയപ്പെട്ട നീചവൃത്തി ചെയ്യുന്ന ആളുകളായിരുന്നു. ഭാര്യയുടേതാണെങ്കിലും മലദ്വാരം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സെക്സ് കഠിനമായ തെറ്റാണ്. അല്ലാത്തവരാണെങ്കിലും അതികഠിനമായ തെറ്റുമാണ്. 2 പുരുഷന്മാർ ചേർന്ന് ഇത്തരം ഒരു നീചവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കവേ പണ്ടുകാലത്തുണ്ടായിട്ടുള്ള അത്ഭുത സംഭവങ്ങളിൽ ഒന്നാണ് അവർ ഈ കുടികൊള്ളുന്ന വീടിന്റെ മുകൾ ഭാഗത്ത് ഉണ്ടായിരുന്ന വലിയ ഒരു പാറക്കല്ല്.
തൽക്ഷണം അത് ഉരുണ്ടുവന്ന് ഇവരുടെ വീടിന്റെ മേൽക്കൂരയെ തകർത്ത് ഈ രണ്ട് പുരുഷന്മാരുടെയും മീതെ ആ കല്ല് വന്ന് പതിക്കുകയും ചതഞ്ഞരഞ്ഞ് ആ രണ്ടുപേരും സ്പോട്ടിൽ മരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവവും ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ നീചകൃത്യത്തിന് പടച്ചവൻ ഉടനെ തന്നെ ശിക്ഷ കൊടുത്തിട്ടുള്ള അനുഭവം ചരിത്രത്തിലുണ്ടായി കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി അമലു ഖൗമി ലൂത്ത്. ഞാൻ എൻ്റെ ഉമ്മത്തിലും ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം ലൂത്ത് നബിയുടെ ജനതയുടെ ആ മോശത്തരം പ്രവൃത്തി എൻ്റെ ഉമ്മത്തിങ്ങളിലും വരും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂല് പേടിച്ച കാര്യം എന്ന് വന്നോ, നീ ഉമ്മത്തിലും അത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലൂടെ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ചത് ആ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. മല തലകീഴായി മറച്ചു, അവരുടെ പേരിൽ കല്ല് മഴ പെയ്ച്ചു കൊടുത്തു, അവരെ ഒന്നടങ്കം ചെയ്തു നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് ഖുർആൻ പറഞ്ഞതും ഞാൻ ഓർമ്മപ്പെടുത്തി. നേരത്തെ ഓതിയ ആയത്തിന്റെ ചുരുക്ക താല്പര്യം അതാണ്. അപ്പോ അള്ളാഹുവിന്റെ തിരുദൂതർ ഭയപ്പെട്ടു, എൻ്റെ ഉമ്മത്തിൽ അത് വരുമോ എന്ന് പേടിച്ചിട്ടുണ്ട്. ആ പേടിച്ച കാര്യമാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ആ കൃത്യത്തിന്റെ നീചത്വം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. 7 വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചു വെച്ചിട്ടുണ്ട്. 7 വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഏഴാകാശത്തിന്റെ മുകളിൽ നിന്നും ആ ശാപം താഴോട്ടേക്ക് വർഷിച്ചിട്ടുണ്ട്. ഈ 7 വിഭാഗത്തിൽ നിന്നും ഒരു വിഭാഗത്തിന്റെ ശാപത്തെ അല്ലാഹു ആവർത്തിച്ചു, 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ, ഏതാണത്? മൽഊനുൻ മൻ അമില അമല ഖൗമി ലൂത്ത്, മൽഊനുൻ മൻ അമില അമല ഖൗമി ലൂത്ത്, മൽഊനുൻ മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബിയുടെ ജനതയുടെ ആ മോശപ്രവൃത്തി ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാണ്. ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവൃത്തി ചെയ്ത ആളുകൾ ശപിക്കപ്പെട്ടവരാണ്. ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവൃത്തി ചെയ്ത ആളുകൾ ശപിക്കപ്പെട്ടവരാണ്. 3 വട്ടം ഈ യേസക്കിനെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പറയണം, മൽഊനും മൻ ദബഹ ലിഗൈരില്ലാഹ്. അല്ലാഹുവല്ലാത്ത മറ്റുള്ള പൂജ്യരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയോ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയോ അറവ് നടത്തുന്ന, ബലി നടത്തുന്ന ആളുകൾ, അവരും ശപിക്കപ്പെട്ടവരാണ്. ശിർക്കിന്റെ വേല ചെയ്യുന്നവർ. മൽഊനും മൻ അത ശൈഅൻ മിനൽ ബഹായിം. മൃഗത്തെ ഭോഗിക്കുന്ന ആളുകൾ, മൃഗത്തെ സമീപിക്കുന്നവർ, അവരും ശപിക്കപ്പെട്ടവരാണ്. മൽഊനും മൻ അഖ വാലിദൈഹി. മാതാപിതാക്കളെ വെറുപ്പിച്ചവർ, അവരും ശപിക്കപ്പെട്ടവരാണ്. മൽഊനും മൻ ജമഅ ബൈനൽ മർഅതി വ ഉഖ്തിഹാ. ഒരു പെണ്ണിനെയും അവളുടെ സഹോദരിയെയും ഏട്ടത്തെയും അനിയത്തെയും രണ്ടാളെയും ഭാര്യമാരായിട്ട് സ്വീകരിച്ചു വെക്കുന്ന ആളുകൾ, അവരും ശപിക്കപ്പെട്ടവരാണ്. ഇന്നലെയും കണ്ട വാർത്ത, ജ്യേഷ്ഠത്തിയെ കെട്ടിയ പുതിയാപ്പള അളിയനോടുകൂടെ അനിയത്തി ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ്. ഏട്ടത്തെയും അനിയത്തിയും രണ്ടാളും ഒരാളുടെ ഭാര്യമാരാണ്. ഈ രൂപത്തിൽ രണ്ടാളെയും ഉപയോഗിക്കുക. ഇത് ഈ 2 പേരെയും ഒരേ സമയത്ത് ഉപയോഗിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. മൽഊനും മൻ ഗയ്യറ ഹുദൂദൽ അർളി. ഭൂമിയുടെ അതിർത്തികൾ തകർക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. ഓരോ രാജ്യത്തിനും ഓരോ പ്രദേശത്തിനും അതിൻ്റെതായിട്ടുള്ള അതിർത്തിയുണ്ട്, അതിർത്തി കല്ലുകളുണ്ട്. അത് തകർത്തിട്ട് രാജ്യത്തെ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ. ഈ അതിർത്തി കയറുന്നൊക്കെ ഉണ്ടല്ലേ, പാകിസ്ഥാനികൾ കടന്ന് ആക്രമിക്കുന്നു, നുഴഞ്ഞു കയറി എന്നൊക്കെ പറയുന്നത്. ഈ രൂപത്തിൽ അതിർത്തി തകർക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. മൽഊനും മൻ ഇദ്ദഅ ഇലാ ഗൈരി മവാലിഹി. തന്റെ യജമാനൻ, യഥാർത്ഥത്തിലുള്ള യജമാനനെ മാറ്റി പേരിനോ പ്രശസ്തിക്കോ വേണ്ടി വേറെ ഏതെങ്കിലും യജമാനന്റെ ആളുകളായി പ്രഖ്യാപിക്കുകയും പ്രശസ്തി നേടുകയും ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാണ്. നമ്മൾ സ്വന്തം ബാപ്പാനെ മാറ്റി പറയുന്നവർ അതും ഇതിൽ പെടുന്നതാണ്. ഇത്തരം 7 വിഭാഗം ആളുകൾ ശപിക്കപ്പെട്ടവരാണ് എന്ന്, പണ്ടേ ശപിക്കപ്പെട്ടവരാണ് എന്നും ഹദീസിന്റെ കിതാബിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മോശമാണെന്ന് അറിയാം. ഇനി ഇസ്ലാമിൽ സദൂമിസത്തിന്റെ ശിക്ഷ എന്താണ്? വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്താണോ അത് തന്നെയാണ് ഈ സദൂമിസം ചെയ്താൽ അതിനുണ്ടാകുന്ന ശിക്ഷ. വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്താ? ആ വ്യഭിചാരം
സലക്ഷ്യമായി സ്ഥിരപ്പെട്ടാൽ, സാക്ഷി മുഖേന സ്ഥിരപ്പെട്ടാൽ, അല്ലെങ്കിൽ അവർ അംഗീകരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് അത് സ്ഥിരപ്പെട്ടാൽ എന്താ ചെയ്യുക? അവർ അവിവാഹിതരാണോ എന്ന് നോക്കും. അവിവാഹിതരാണെങ്കിൽ ഇസ്ലാമിക ഭരണമുള്ളയിടത്തിൽ അതിൻ്റെ ശിക്ഷ 100 അടി അടിക്കുകയും 1 വർഷത്തേക്ക് നാട് കടത്തുകയും ചെയ്യും. ഇനി വിവാഹിതരാണെങ്കിലോ അവരെ മരിക്കുവോളം കല്ലെറിഞ്ഞ്. ഇതാണ് അതിൻ്റെ ശിക്ഷ. ഇതേപോലെയാണ് ഈ ലൂത്തിസം ചെയ്തിട്ടുള്ള ആളുകളെയും, അത് രണ്ടാളെയും, അത് ചെയ്തവരെയും ചെയ്യപ്പെട്ടവരെയും രണ്ടുപേരെയും ഈ പറയപ്പെട്ടതുപോലെ തന്നെ അവിവാഹിതരാണെങ്കിൽ 100 അടി അടിച്ച് 1 വർഷം നാട് കടത്തുകയും വിവാഹിതരാണെങ്കിൽ മരിക്കുവോളം അവരെ കല്ലെറിയുകയും ചെയ്യുക എന്നുള്ള ശിക്ഷയാണ് ഉള്ളത്. ഇനി അതല്ല, അവരെ രണ്ടുപേരെയും വെട്ടിക്കൊല്ലണം എന്ന അഭിപ്രായം ഉള്ളതും ഉണ്ട്. അഭിപ്രായം അങ്ങനെ ചില ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഇസ്ലാമികമായി ശിക്ഷ കടുപ്പമുള്ളതാണ് ഈ കുറ്റകൃത്യം എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സ്വകാര്യ അവയവത്തെ ഇത്തരം നീചപ്രവൃത്തിയിൽ നിന്ന് നാം സംരക്ഷിക്കേണ്ടതുണ്ട്. അത് കടുപ്പമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കാനാണ് അബ്ദുല്ലാഹി തങ്ങൾ ഈ വിഷയത്തെ പ്രത്യേകം ഉണർത്തിയിട്ടുള്ളത്. നമ്മളും അത് ശ്രദ്ധിക്കണം. അല്ലാഹു തആല ജീവിതത്തിൽ വിശുദ്ധി അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് കണ്ണും കാതും മറ്റ് അവയവങ്ങൾക്കൊക്കെയും അല്ലാഹു പരിപൂർണമായ സുരക്ഷ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ദുനിയാവും ആഖിറവും നീ ഞങ്ങൾക്ക് ശുദ്ധമാക്കി വിജയമാക്കി തരണമേ. ഇരുലോകത്ത് ഞങ്ങൾക്ക് നീ അഭിമാനം നൽകണേ അല്ലാഹ്. ഇരുലോകത്തെയും മാനക്കേടിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.